മാത്രമോ അവന്റെ വിനയം. ഫിലിപ്പിയ ലേഖനം 2:5 മുതൽ 10 വരെ നോക്കിയാൽ കാണാം. ക്രിസ്തുവേ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. തന്നെത്താൻ താഴ്ത്തുന്നതാണ് ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ലക്ഷണം, അറിയാമോ? എന്നാൽ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റാ തന്നെത്താൻ ഉയർത്തുന്നവൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14:12 ലൂസിഫറിനെ കുറിച്ച് കാണാം. ഞാൻ അത്യുന്നതനോട് സമനാകും, മേഘോടതകൾക്ക് മീതെ കയറും, നക്ഷത്രങ്ങളുടെ ഇടയിൽ കൊണ്ടുവന്ന് എന്റെ സിംഹാസനം സ്ഥാപിക്കും. അവനെ കുറിച്ച് 2 തെസ്സലോനിക്കർ 2 തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി, മറ്റുള്ളവരുടെ മുൻപിൽ തന്നെത്താൻ ഉയർത്തുവാനായി ഹാമേ കിണഞ്ഞു പരിശ്രമിക്കുന്ന സഹോദരാ, നിന്നിൽ ക്രിസ്തുവിന്റെ ആത്മാവില്ല. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത ക്രിസ്തു ദൈവത്തോട് ദൈവസന്നിധിയിൽ ഏറ്റവും ഉയർത്തപ്പെട്ടു. എല്ലാം മുട്ടും മടക്കി അവൻ ആരാധിക്കാൻ പോകും. ദൈവത്തിന് സ്തോത്രം. നിന്റെ ഇടത്തെ കൈയുടെ കുഴയ്ക്ക് പൾസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിന്റെ ഹാർട്ടിന് ബീറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു പ്രാവശ്യം നീ ശ്വാസം പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം നിന്റെ മുട്ട് മടക്കി യേശുവിനെ കർത്താവെന്ന് പറഞ്ഞു വെക്കുകയുള്ളൂ. ഇന്ന് എല്ലാവരുടെ മുട്ട് വളയത്തില്ല. കാരണം 70 ഏറെയായാൽ 80 മാത്രം. 80 വയസ്സ് കഴിഞ്ഞാൽ മുട്ട് വളയാൻ പ്രയാസമാണ്, ഓവർ ടൈം ചെയ്യുമല്ലേ. പിന്നെ കൂടാതെ വണ്ണം കൂടി പോയാൽ മുട്ട് വളയത്തില്ല. 3 അർത്രൈറ്റിസ്, വാതരോഗം കൂടിയാൽ മുട്ട് വളയത്തില്ല. 4 അഹങ്കാരം കൂടിയാലും വളയത്തില്ല. അറിയാമോ? 4 കാരണമാണ് മുട്ട് വളയാത്തത്. പ്രായം കൂടിയാൽ വളയയില്ല, വണ്ണം കൂടിയാൽ വളകയില്ല, രോഗം കൂടിയാൽ വളകയില്ല, അഹങ്കാരം കൂടിയാൽ വളകയില്ല. ഈ പ്രശ്നമെല്ലാം പെട്ടെന്ന് തീരാൻ പോവുകയാണ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും യേശു കർത്താവ് ഏറ്റു പറയും. എന്ത്? തന്നെത്താൻ താഴ്ത്തിയ ഗുരുവിന്റെ മനോഭാവം നോക്കൂ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 3 മുതൽ 5 വരെ ഒന്ന് വായിച്ചു നോക്കൂ. ജോൺ 13:3-5 വായിച്ചേ. പിതാവ് സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നുവെന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിന്റെ അടുക്കൽ പോകുന്നുവെന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ചു, ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി, മേലങ്കി ഉരിഞ്ഞു വെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി, പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. ഈ മനോഭാവമുള്ളവരിലാണ് ക്രിസ്തുവിന്റെ ആത്മാവസിക്കുന്നത്. കൂട്ട് സഹോദരനെ ഇടിച്ച് താഴ്ത്തി തരിപ്പണമാക്കി നീ വലിയവനാണെന്നുള്ള പ്രൊമോഷണൽ മീറ്റിംഗ് നടത്തുന്നവരിൽ ക്രിസ്തുവിന്റെ ആത്മാവില്ല. ക്രിസ്തുവിന്റെ ആത്മാവ് വിനയപ്പെടുന്നവൻ, അവരുടെ കാല് കഴുകി തുടയ്ക്കാൻ മനസ്സുള്ള വ്യക്തിയാണ് ക്രിസ്തു വസിക്കുന്നത്. തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയുടെ ആത്മാവിന് പ്രമോഷൻ നടത്തരുത് മക്കളെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തന്നെത്താൻ താഴ്ത്തിയ മശിഹയുടെ ആത്മാവ് വരട്ടെ. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ഹൃദയത്തിൽ നിന്റെ വേദനയോടെ ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിനെ ഉയർത്തുന്ന മീറ്റിംഗ് നമുക്ക് നടത്തണം. അടിസ്ഥാന വേദോപദേശങ്ങൾ നമ്മുടെ പിതാക്കന്മാര് വിവിധ ഇടങ്ങളിൽ നടത്തിയ പ്രൊമോഷണൽ മീറ്റിംഗ് അവരെ ഉയർത്താനല്ല, പെന്തക്കോസ്തിന് സത്യം ഉയർത്തുവാൻ. വീണ്ടും ജനനം, ജലസ്നാനം, ആത്മസ്നാനം, വിശുദ്ധ ജീവിതം, വേർപാട്, ഈ വിധത്തിലുള്ള ഉപദേശങ്ങൾ ഉയർത്തുവാൻ, സുവിശേഷം ഉയർത്തുവാൻ, ക്രിസ്തുവിനെ ഉയർത്തുവാൻ പ്രൊമോഷണൽ മീറ്റിംഗ് നടത്തട്ടെ. തങ്ങളെ തന്നെ ഉയർത്തുവാൻ പ്രൊമോഷണൽ മീറ്റിംഗ് വേണ്ടി ചുറ്റിത്തിരിയുന്ന പാനൽ പിശാചുക്കളെ പമ്പകടത്തുകയും യേശുവിന്റെ നാമത്തിൽ മുഴങ്കാൽ മടക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. 500 ശുശ്രൂഷകന്മാരും 500 ദൈവമക്കളും ഇന്ന് രാത്രി തീരുമാനിക്കാമെങ്കിൽ ഒരു ശുദ്ധീകരണ സഭയ്ക്ക് നടക്കും. ബാബിലോണിലെ പരമപരിശുദ്ധമായ സഭ AD 300 കഴിഞ്ഞപ്പോൾ ബാബിലോണിലെ ഉപദേശത്തോട് ലയിച്ചു വഷളായി പോയി. പിടിക്കെട്ട്, പടക്കം, കമ്പം, കോഴിവെട്ട്, പെരുന്നാള്, ശ്രാദ്ധം, ഇങ്ങനെ ദുഷിച്ച ദുഷ്പ്രവണത അതിപരിപൂർണമായി നീക്കുവാൻ
ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്നും ക്രിസ്ത്യാനികൾ ഉണ്ടായി. അതാ പെന്തക്കോസ്ത്. ഇന്ന് ദുഷിച്ച പെന്തക്കോസ്തിന്റെ പ്രവണതകളിൽ നിന്നും ഒരു പെന്തക്കോസ്ത് വേർപെടേണ്ട കാലമായിരിക്കുന്നു. ക്രിസ്തുവിനെ ഉയർത്തുവീൻ, ക്രിസ്തുവിനെ ഉയർത്തുവീൻ, ക്രിസ്തുവിനെ ഉയർത്തുവീൻ. തങ്ങളെ തന്നെ ഉയർത്തുവാൻ അച്ചടിച്ച നോട്ടീസുമായി നടക്കുന്ന വ്യക്തിയുടെ അടുക്കൽ നീ നിൽക്കരുത്. അത് വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. അതുകൊണ്ട് ഈ ഗ്രൗണ്ട് നിറയ്ക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അത് വാരി തീയിലിട്ട് ചുട്ടുകളയുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. മനസ്സിലായോ? ഒറ്റക്കെട്ടായി നിൽക്കൂ. നമുക്ക് ഉയർത്തേണ്ടത് ക്രിസ്തുവാണ്. ഞാനോ ഭൂമിയിൽ ഉയർത്തപ്പെട്ട എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ദൈവം കൃപ തന്ന് 36 പുസ്തകങ്ങൾ എഴുതി. ഏറ്റവും ഒടുവിലത്തെ 2 പുസ്തകങ്ങൾ ചില ബുക്ക് സ്റ്റോളുകളുണ്ട്. തേജസ്സേറിയ ശുശ്രൂഷ, ക്രിസ്തീയ സഭ നേതൃത്വം. അവിടെ ഈ വിഷയങ്ങൾ വിശദമായി പ്രസ്താവിച്ചത് കൊണ്ട് ഇവിടെ ഞാൻ ഇനിയും വിവരിക്കുന്നില്ല. ക്രിസ്തീയ സഭ നേതൃത്വം, തേജസ്സേറിയ ശുശ്രൂഷ. യോഹന്നാൻ പറഞ്ഞു, ഞാനോ കുറയണം, അവനോ വളരെയണം. സ്വയം ഉയർത്തിയവരാര് ശപിക്കപ്പെടാതിരുന്നിട്ടുള്ളൂ? അറിയാമോ? ഉയർത്തിയ എതിരാളി ലൂസിഫർ അധോലോകത്തോളം താണുപോയി. നമുക്കൊരു പേരുണ്ടാക്കാം. ബാബേൽ കോട്ട കെട്ടിയവർ ചിന്നിച്ചിതറിച്ച് അഡ്രസ് ഇല്ലാക്കിയ ദൈവമാണ് നമ്മുടെ ദൈവം. ദാവീദിൽ നിന്ന് ജനത്തെ തങ്കിലേക്ക് വശീകരിപ്പാൻ കപടതന്ത്രം പ്രയോഗിച്ച അബ്ശാലോമിനെ ആകാശത്തിനും ഭൂമിക്ക് ഇടയ്ക്ക് തൂക്കി കൊന്നവനാണ് നമ്മുടെ ദൈവം. മനസ്സിലാക്കിയോ നിങ്ങൾ? ദൈവ കുഞ്ഞുങ്ങളെ, സ്വയം അഹങ്കരിച്ചവരാരും നന്നായിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം നോക്കൂ, 36, 37 വാക്യങ്ങൾ. ഇനി പുതിയ നിയമത്തിലേക്ക് വരാം. Acts of the Apostles 5th chapter 36 and 37. ഈ നാളുകൾക്ക് മുമ്പേ യൂദാസ് എന്നവൻ എഴുന്നേറ്റു താൻ മഹാൻ എന്ന് നടിച്ചു. അവനോട് മഹാൻ എന്ന് നടിച്ചു. ഏകദേശം 400 പുരുഷന്മാർ അവനോട് ചേർന്നു. 400 ഓട്ടവന് കിട്ടി. ഇന്ന് 1-ാം നൂറ്റാണ്ടിൽ എത്രയും കിട്ടിയ അറിയാമോ? ഇന്ന് 40 ലക്ഷത്തിന് തുല്യമാണ്. അവന് മഹാൻ എന്ന് നടിച്ചു. 400 പേരെ പുറത്തിണക്കി. അടുത്തത്, എങ്കിലും അവൻ നശിക്കയും, അവൻ നശിക്കയും അവനെ അനുസരിച്ചവർ എല്ലാവരും ചിന്നി. അതിന്റെ പുറകെ പോയവര് ചിന്നിച്ചിതറാൻ പോകുകയാണ് മക്കളെ. അടുത്ത വാക്യം, യൂദാസിന്റെ വീഴ്ച. അടുത്തത്, അതിനുശേഷം ഗലീലക്കാരനായ യൂദ ചാർത്തലിന്റെ കാലത്ത് എഴുന്നേറ്റ് ജനത്തെ തന്റെ പക്ഷം ചേരുവാൻ വശീകരിച്ചു. ഒരു ഗ്രൂപ്പ് തന്റെ കൂടെ ചേർക്കുവാൻ വശീകരിച്ചു. അടുത്തത്, അവനും നശിച്ചു. അവനെ അനുസരിച്ചവരൊക്കെ, അവന് വോട്ട് കൊടുത്തവരെല്ലാം നശിച്ചെങ്കിൽ ഈ പാപത്തിൽ പങ്കാളികളാകാതെ ധൈര്യത്തോടെ മുഖത്ത് നോക്കി നോ എന്ന് പറയാൻ ധൈര്യമാകണം. യേശുവിനെ ഉയർത്തേണ്ടതാണ് ഈ പ്ലാറ്റ്ഫോം. യേശുവിനെ ഉയർത്തേണ്ടതാണ്. പ്രമോഷൻ മീറ്റിംഗിന് പാനൽ പിശാചുക്കൾ വരുമ്പോൾ ദൈവമക്കൾ ഒരുമിച്ച് കൂടണം, നടുക്കിരുത്തണം. യേശുവിന്റെ നാമത്തിൽ പേര് പറയണം. ലൂസിഫർ എന്ന് പറയുമ്പോൾ ഇനി മേലാൽ ഈ ശരീരത്തിൽ കയറണമെന്ന് പറഞ്ഞ് ഇറക്കിവിടാൻ തന്റെ ഇടമുള്ളവർ മുന്നോട്ട് വരട്ടെ. ക്രിസ്തുവാണ് ഉയർത്തപ്പെടുന്നത്. ഞാനോ ഉയർത്തപ്പെട്ടാൽ എങ്കിലേക്ക് ആകർഷിക്കും. അറിയാമോ? പൊടിയും വെണ്ണീറുമായി ഞാൻ എന്ന് പറഞ്ഞ അബ്രഹാമിനെ ദൈവം ഉയർത്തി. ഒരു ചത്ത നായെ പോലെ അല്ലേ ഞാൻ എന്ന് പറഞ്ഞ ദാവീദിനെ ഉയർത്തി. ശിഷ്യന്മാർ കഴുകി അവരെ തുടയ്ക്കുവാൻ മനസ്സ് വെച്ച യേശുവിൻ ദൈവത്തെ ഉയർത്തപ്പെട്ടെങ്കിൽ നിനക്ക് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് വേണോ? ക്രിസ്തുവിന്റെ ആത്മാവ് വേണോ? അവനെ അനുകരിപ്പീ. ദൈവ പൈതലേ, ക്രിസ്തു അത്രേ നമ്മുടെ നായകൻ. ലോകമേ, ശ്വാസികളെ, അവനെ അംഗീകരിപ്പീൻ, അവനിൽ അധിവസിപ്പീൻ, അവനെ അനുസരിപ്പീൻ, അവനെ അനുകരിപ്പീൻ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവർ കേൾക്കട്ടെ, ചെവിയുള്ളവർ കേൾക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ആലോചന കർത്താവ് തന്നതോർത്ത് നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ദാസനെ ഉപയോഗിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് ആഗ്രഹിക്കുന്നത് പഴയ ആദ്യ പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് ജനം കടന്നു വരേണ്ടതിനാണ്.